ഈ മുട്ടയുടെ മുകളിൽ കയറിയിരുന്ന കുട്ടി ഉണ്ടാവും. കള്ളി വെളിച്ചത്തായി. ഫിജി കാർട്ടിലൂടെ ബിസിനസ് ചെയ്താൽ കോടീശ്വരനാണ്. അതിനു മുമ്പ് ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. നമ്മൾ 4 പേര് ഇവിടെ ചേർന്ന്, പിന്നെ അല്ലാതെ വെളിപ്പെട്ട 4 പേരെ കൂടെ ചേർത്ത് അപ്പൊ തന്നെ 8 പേരായി. എന്നിട്ട് ഒരു ടീം വന്നില്ല. നമ്മളെ കൊണ്ട് ഒരു വഴിയില്ല. നമ്മൾ അത്ര കിടന്ന് കഷ്ടപ്പെട്ടു വലയാണ്. എന്തുകൊണ്ടാണ് ഈ സഹോദരി ഫിജി കാർട്ടിൽ നിന്ന് എനിക്ക് ഒന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു? പക്ഷെ ഇതാ നോക്കൂ, ബോച്ചയല്ല സംസാരിക്കുന്നത്, രേഖകളാണ് സത്യസന്ധമായിട്ട് സംസാരിക്കുന്നത്. ഈ കരയണ ചേച്ചിയുടെ പേരാണ് പ്രേമ ജി. ഇവരുടെ കോഡ് നമ്പറാണ് ഫിജി കാർട്ടിലുള്ളത് IQ570756. ഇൻവോയ്സ് ആണ്. ഇനി ഇവർക്ക് ലഭിച്ച പൈസയാണ്, ഒരു അക്കൗണ്ടിൽ വന്ന പൈസ സ്റ്റേറ്റ്മെന്റ് ആണ്. IQ570756. ഓക്കെ, ഒരു മാസം ആവുമ്പോഴേക്കും 1804 രൂപ 56 പൈസ, അങ്ങനെ 2 പ്രാവശ്യമായിട്ട്. നമസ്കാരം. ഏകദേശം ഒരു 10-12 ദിവസം മുന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നുള്ള ഒരു ബോച്ചയുടെ ഒരു വീഡിയോ, അയാൾ ബോച്ച റിയാക്ട് ചെയ്യാനുള്ള റീസൺ ഉണ്ടായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളത്. സംഭവം നിങ്ങൾക്ക് പിടി കിട്ടിയോന്ന് അറിയില്ല. പിടി കിട്ടാത്തവർക്ക് ജസ്റ്റ് ഈ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വിഷ്വലിൽ കുറച്ച് പ്രായമായിട്ടുള്ളൊരു ലേഡി വന്നിട്ട് അവർ ഫിജി കാർട്ടിൽ ചേർന്നതിന് ശേഷം അവർക്ക് കാശ് പോയി എന്നിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം 10-17 ലക്ഷം ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ്. അതായത് ഫിജി കാർട്ട് എന്താ സംഭവം എന്നുള്ളൊരു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് പ്ലസ് വേറെ പാർട്ട്നേഴ്സ് എല്ലാം കൂടി ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആയിരുന്നു. ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ ഒരു ഫിസിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നതിന് പകരമായിട്ട് ഓൺലൈനായിട്ട് ഡിജിറ്റൽ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും നമുക്ക് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാനും സെല്ല് ചെയ്യാനും പറ്റുന്ന ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള, അതിൻ്റെ കൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഈ ഒരു കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് സ്ഥാപനമാണ് ഫിജി കാർട്ട്. ഓക്കെ, അതിൻ്റെ ഓണർ ബോബി ചെമ്മണ്ണൂരാണ്. അപ്പോൾ ബോച്ചയുടെ ഈ ഒരു ഇഷ്യൂ ഈ ഒരു സംരംഭം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു 10-12 ദിവസം മുന്നേ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു വിധം എല്ലാവരും. അതായത് ഈ ഒരു ലേഡിക്ക് അവർക്ക് കാശ് നഷ്ടപ്പെട്ടു, അവർക്ക് ഇതിൽ ജോയിൻ ചെയ്തതിനു ശേഷം പൈസ നഷ്ടപ്പെട്ടു എന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിന് ബോച്ച ഒരു എക്സ്പ്ലനേഷനും കൊടുത്തു. അതായത് ബേസിക്കലി അവർ കുറച്ച് പ്രൊഡക്ട്സ് ഇവരുടെ അടുത്ത് വാങ്ങിയിട്ട് ആ പ്രൊഡക്ട്സ് അവർ കുറച്ച് ഉപയോഗിച്ചു, ബാക്കി എല്ലാ സംഗതി അവർ കട്ടിൻ്റെ അടിയിൽ അവിടെ വെച്ചു. അവർക്ക് കാശ് നഷ്ടപ്പെട്ടു എന്നുകൊണ്ട് കരഞ്ഞിട്ട് അവർ മീഡിയയിൽ വന്നിട്ടത് 1.5 വർഷങ്ങൾക്ക് ശേഷം തോന്നുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് ഐ റിമെമ്പർ. ഓക്കെ, അതിനുശേഷമാണ് ഇവർ വന്നിട്ടുള്ളത്. അവർക്ക് കംപ്ലീറ്റ് കാശ് നഷ്ടമായി എന്നുള്ളത്. ഓക്കെ, ഇതിന് ഒരുപാട് പേര് റിയാക്ട് ചെയ്തിരുന്നു, ഈ ഒരു ഇഷ്യൂവിൽ റിയാക്ട് ചെയ്തിരുന്നു. ഇതിന് ബോച്ചയുടെ ഒരു മറുപടി വന്നിരുന്നു. ആ ബോച്ചയുടെ ആ മറുപടിയിൽ എന്താ വെച്ചാൽ ബോച്ച കാര്യമായിട്ട് ഈ ഒരു ഇഷ്യൂവിനെ മാത്രമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടല്ല ബോച്ച ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ ബോച്ച ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നു. ബോച്ച ഈസ് വൺ ഓഫ് ദോസ് ഫ്യൂ ഓൺടർപ്രണേഴ്സ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാറുണ്ട്. മറ്റ് പല ആൾക്കാരും അതിനൊരു എക്സ്പ്ലനേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല. റീസൺ ഇസ് ബോച്ച ഒരു ഇൻ്റർനെറ്റ് പേഴ്സണാലിറ്റിയാണ്. പിന്നെ നല്ലൊരു അടിപൊളി ബിസിനസ്മാനാണ്. പുള്ളിയുടെ നേരെ വരുന്ന നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിൽ, നെഗറ്റീവ് എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ കൂടി പോസിറ്റീവായിട്ട് അതിനെ പുള്ളിയുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നതിനും മാർക്കറ്റ് ചെയ്യുന്നതിനും വളരെ സ്കിൽഫുള്ളായിട്ട് അല്ലെങ്കിൽ ടാക്ട്ഫുള്ളി വളരെ വളരെ സ്കിൽഫുള്ളായിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റിനെ എൻകാഷ് ചെയ്യുന്നൊരു വ്യക്തിയാണ് പുള്ളി. എന്തൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലും അതിന് പുള്ളി അത് മാർക്കറ്റ് ചെയ്യും. ഓക്കെ, വിച്ച് ഇസ് വെരി ഗുഡ്. അങ്ങനെയാണ് ഒരു ബിസിനസ്മാൻ ആവേണ്ടത്. ഓക്കെ, പിന്നെ ആളെന്തൊക്കെ രീതിയിൽ എന്തൊക്കെ ബിസിനസ് ചെയ്യുന്നു, ദാറ്റ്സ് നൺ ഓഫ് ആർ ബിസിനസ് അല്ലേ. പുള്ളിയുടെ ആ ഒരു ബിസിനസ് ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അത് നമ്മൾ വാങ്ങിക്കുന്ന ആൾക്കാരാണ്, ബയർ ബിവെയർ എന്നല്ലേ പറയുക, വാങ്ങിക്കുന്ന ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളോടൊരു സെയിൽസിന് ആൾ വന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് ബോച്ച് എക്സ്പ്ലനേഷൻ കൊടുത്ത സമയത്ത് അതിൽ പുള്ളി പറഞ്ഞിരുന്നത് പുള്ളി ഒരു ബോച്ചെ വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ടറി അതിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്തു. പിന്നെ ഒരു ചായയുടെ കേസും പറഞ്ഞു, ബോച്ചെ ടീ. ഓക്കെ, ബോച്ചെ ഗോൾഡ് ടീ, അങ്ങനത്തെ ഒരു ടീം റിലേറ്റഡ് ആയിട്ടുള്ള സംഗതിയും പറഞ്ഞു. ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിരുന്നു. ഈ ഒരു സംഗതി
എടുത്തു വെച്ചിട്ട് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെല്ലാവരും അവൈലബിൾ റിസോഴ്സ് ഓൺ ദ ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണോ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കണ്ടെത്തിയിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോസാണ് എല്ലാവരും ചെയ്തിരുന്നത്. ഒരുപാട് പേര് റിയാക്ട് ചെയ്തിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മളന്ന് തിരക്കായത് കാരണം നമ്മൾ ഈ ഒരു റിയാക്ഷൻ ചെയ്തിരുന്നില്ല. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറഞ്ഞിരുന്നുള്ളൂ, ഇങ്ങനത്തെ കേസിലെല്ലാം വാങ്ങിക്കുന്ന വ്യക്തിയാണ് ഇതെല്ലാം നോക്കേണ്ടത്. ബയർ ബിവെയർ. സെയിൽസ് പേഴ്സൺ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഏതറ്റം വരെയും പോകും. അയാൾക്ക് അയാളുടേതായ ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും, വിച്ച് ഇസ് അയാൾക്ക് സെയിൽസ് ചെയ്യണം. ദാറ്റ് ഇസ് വാട്ട് ഹീസ് മെൻ ടു ഡു, അല്ലേ? അപ്പോൾ അതിന് ആൾ ഏത് വഴിയിലും പോകും. അപ്പോൾ അയാളുടെ ഭാഗത്ത് നിന്ന് ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷേ അതിന് എത്തിക്സ് കീപ്പ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഓക്കെ, അത് ഒരു പരിധി വരെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇതിലിപ്പോൾ ഈ ഒരു കേസിൽ എത്തിക്സ് കീപ്പ് ചെയ്യാതെ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു കേസിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു അമ്മ ആ ഒരു ലേഡി പറയുന്നത് അവർക്ക് കാശ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ബോച്ചെ ഇന്നിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ആ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ബോച്ചെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നാണ്. ഈ എക്സ്പ്ലനേഷൻ ബോച്ചെ ഡയറക്റ്റായിട്ട് എല്ലാവർക്കും പറയുന്ന കൂട്ടത്തിൽ ബോച്ചെ ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത് സീക്രട്ട് ഏജന്റിനാണ്, സായിക്കാണ്. ഓക്കെ, സീക്രട്ട് ഏജന്റ് ബോച്ചെ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻഫർമേഷൻ ഫെർദർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളി കുറച്ച് സിസ്റ്റത്തിൽ നിന്നുള്ള ഡോക്യുമെൻറ്റേഷൻസ്, അതായത് ഇവർക്ക് എത്ര രൂപ കിട്ടി എന്നുള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഫാക്ട്സും ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം ക്ലാരിറ്റി നിങ്ങൾക്ക് അതിൽ കിട്ടും. പിന്നെ ഇപ്പോ എല്ലാവരുടെ കയ്യിലും സ്വന്തം ചാനലല്ലേ, ഫോൺ എടുക്കാൻ ഞെക്കുക, എന്തും വിളിച്ചു പറയാം, സ്വാതന്ത്ര്യമുണ്ട്. മലയാളികള് നല്ല വിവരമുള്ളവരും ബുദ്ധിയുള്ളവരാണ്. അവർക്കൊക്കെ മനസ്സിലാവും. ആവശ്യമുള്ളത് അവരെടുക്കും, ബാക്കിയൊക്കെ അവരങ്ങ് തള്ളും ഒരു എന്റർടൈൻമെന്റ് ആയിട്ട്. എനിക്ക് കേസ് കൊടുക്കാം, കോടിക്കണക്കിന് രൂപയുടെ മാനനഷ്ടമൊക്കെ കൊടുക്കാം. പക്ഷേ ഞാൻ കഴിയാവുന്നതും കേസിനും കൂട്ടത്തിനൊന്നും പോവാറില്ല. എനിക്ക് അതിന് നേരമില്ല. എനിക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ആർക്കെതിരെയും ഒരു പരാതിക്കോ കേസിനൊന്നും ഞാനില്ല. എനിക്ക് പറയാനുള്ളത് ചാനലുകാരോടും ഇൻഫ്ലുവൻസേഴ്സിനോടും മറ്റൊക്കെ, നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാണ്ടാണ് പറയുന്നതെങ്കിൽ ഓക്കെ, പഠിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഇതിന്റെ ബില്ലുകളും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വാ, എന്നിട്ട് നിങ്ങൾ പരിശോധിക്കുക രേഖകളെ, രണ്ടു കൂട്ടരെയും കേക്ക്, എന്നിട്ട് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു. അല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ആരെങ്കിലും വിളിക്കുമ്പോഴേക്കും ചാടി കയറി പറയുന്നതൊക്കെ അതേപോലെ അങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് ഇടുക എന്നത് അതിനൊന്ന് ശ്രദ്ധിക്കണം. എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് വൈരാഗ്യമില്ല, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വൈരാഗ്യം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കാണ്ട് ചെയ്തതായിരിക്കും, അല്ലാതെ മനഃപൂർവ്വം കൊട്ടേഷൻ എടുത്തിട്ടൊക്കെ ചെയ്തതാവണമെന്നില്ല. ഒരു പക്ഷേ എന്നോട് ഇങ്ങനെ ചേർക്കാൻ പറഞ്ഞു, ഞാൻ എന്നിട്ട് ചേർത്തു, എന്നിട്ടും എനിക്ക് ക്യാഷ് കിട്ടിയില്ല. ഇതിപ്പോ ബോച്ച വന്ന് മാന്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും ആ ചേച്ചി ഒരുമാതിരി ഊക്കി അടിച്ച് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. സഹോദര, ഞാൻ ആ ചേച്ചീനെ ഊക്കിയടിക്കാനോ മലത്തി അടിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്നെ എന്തോ തെറ്റിദ്ധരിച്ചായിരിക്കും. ഒരു പക്ഷെ ആ ചേച്ചിയുടെ കരച്ചിൽ കാണുമ്പോൾ നിങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കാം. ഒരു സിമ്പതി ആർക്കും വന്നു പോയി. ആ കരച്ചിൽ ഒരു വല്ലാതെ വൈറലായി പോയൊരു വീഡിയോ. അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പല നല്ല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാം. തെറ്റുണ്ടെങ്കിൽ ചെയ്തോളൂ, എന്നെ തിരുത്താം. നിങ്ങളെ പറ്റിയെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഒന്ന് വാ, അല്ലെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരാം. ഞാൻ എല്ലാ രേഖകളും കാര്യങ്ങളായിട്ട് വരാം. എന്നിട്ട് ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞു തരാം, അതിൻ്റെ തെളിവുകളും തരാം. അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും. ഇപ്പോൾ 161ാമത്തെ വർഷമാണ് ഈ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ പാരമ്പര്യം. 4ാമത്തെ തലമുറക്കാരനാണ് ഞാൻ ഇന്ന് വരെ ഒരാളിന് ഒരു രൂപ പോലും പറ്റിച്ചിട്ടില്ല. പിന്നെ ശത്രുക്കളും കോമ്പറ്റീറ്റേഴ്സും ഒക്കെ എപ്പോഴും നമുക്ക് വന്നൊരു ഉമ്മ തരാനൊന്നും പോകില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പറയും. ചിലവരൊക്കെ എന്നെ കാണുമ്പോൾ പറയും ഞാൻ എൻ്റെ കമ്പനിയിലാണ്, ഞാനും ചിലപ്പോൾ ഒക്കെ ഇടാറുണ്ട്. അതിപ്പോൾ അതിൻ്റെ ഓണർ പറയുമ്പോൾ 1000കണക്കിന് പേരുള്ള കമ്പനികളാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്.
നിങ്ങൾ ഇത്ര മണിക്ക് ഇന്നതുപോലെ പറയണം ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യണം, അവരുടെ ഉപജീവനാണ്. പക്ഷെ പേഴ്സണലി എനിക്കൊരു ഇതില്ലാട്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ ബിസിനസിന്റെ ഭാഗത്ത് അങ്ങനെ വരെ എന്നോട് വന്ന് പറയുന്നവരുണ്ട്. സ്വാഭാവികമാണ്, എല്ലാവരും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. മദർ തെരേസ ഗാന്ധിജിക്ക് പോലും ഇവിടെ 100% സപ്പോർട്ട് ഇല്ല. പിന്നെ സാധാരണക്കാരനായ എന്റെ കാര്യക്ക് എന്ത് പറയാൻ, അതൊക്കെ അങ്ങനെ നടക്കും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല, ഞാൻ പറയാണ്. പിന്നെ ബോച്ച പറഞ്ഞ പോലെ പ്രൊഡക്ട്സ് ഇവർ ഉപയോഗിച്ചോ ഇല്ലേ, അത് അവരുടെ ഇഷ്ടമല്ല, അവർ ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത്. അപ് ടു ദം. 2 വർഷം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ ഉപയോഗിക്കാതിരിക്കാം. 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വാങ്ങിയ സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തിരിച്ചു കൊടുത്ത് ക്യാഷ് വാങ്ങാമല്ലോ. നമ്മൾ വളരെ നിയമാനുസൃതമായിട്ടാണ് ഫിജിക്കാർട്ട് പ്രവർത്തിക്കുന്നത്. ഇനി പോട്ടെ, 30 ദിവസം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു. ഈ 2 വർഷത്തിലെങ്കിലും നിങ്ങൾ ഇത് തിരിച്ചു കൊടുത്ത് പൈസ വേണമെന്നോ, എന്തെങ്കിലും പരാതി വേണമെന്നോ, പരാതി ഉണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പൊ എന്താണെന്നറിയില്ല, എന്താണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ വീഡിയോ. ഓക്കെ, ഇതിൽ പുള്ളി ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് 2 പേരെയാണ്. ഒന്ന് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള ഒരാളാണ്, എനിക്ക് ആളറിയില്ല. രണ്ടാമത് സീക്രട്ട് ഏജന്റ് ആണ്. അപ്പോൾ സീക്രട്ട് ഏജന്റ് ആണ് ഒരുവിധം റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അത്യാവശ്യം എനിക്ക് 10,000-50,000 വ്യൂസ് കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബോച്ചെ പണ്ടും സീക്രട്ട് ഏജന്റ് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് സായിക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് ബോച്ചയുടെ റിപ്ലൈ. നമുക്ക് ഇതിൽ ഞാൻ എന്താ പറയുക, ഞാൻ ഇതിൽ ആരെയും തിരുത്തിയിട്ട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നില്ല. ഞാൻ ഇതിൽ എൻ്റെ ഒരു ആശയം പറയട്ടെ. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, ബയർ ബിവെയർ, വാങ്ങുന്നവനാണ് സൂക്ഷിക്കേണ്ടത്. ഞാൻ അന്ന് ഈ ഒരു വീഡിയോ ചെയ്തില്ല, ചെയ്യുമായിരുന്നെങ്കിലും ഇതൊരു ആശയം തന്നെ പറയുന്നുള്ളൂ. ഇത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഓക്കെ, ഡയറക്റ്റ് സെല്ലിംഗ് ഇന്ത്യയിൽ ലീഗലാണ്, എനിക്ക് മനസ്സിലാകുന്നത്. കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ് കേട്ടോ. പിന്നെ ഇതിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഇതിൽ സാധാ ഒരു മണി ചെയിൻ അല്ല. പിന്നെ എസ്പെഷ്യലി ഇതിൽ സീക്രട്ട് ഏജന്റ് ഫിജിക്കാർട്ടല്ല ഹൈറിച്ചിൻ്റെ ഒരു പരാമർശമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഹൈറിച്ചിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈയിടെ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ആയിട്ട് ഭയങ്കര സ്കാമായി മാറിയൊരു കേസാണ്. അപ്പോൾ അതും കൂടി എക്സിസ്റ്റിംഗ് ഒരു ബിസിനസ്സിനെ മര്യാദയ്ക്ക് റൺ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. ഐ തിങ്ക് ഇറ്റ് ഇസ് ഗോയിങ് വെരി വെൽ അല്ലേ. മര്യാദയ്ക്ക് റൺ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ ഇതുപോലെ ഹൈ റിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ദിസ് ക്യാൻ ഈസിലി ഗിവ് എൻ ഇംപ്രഷൻ ദാറ്റ് ഈ ഫിജിക്കാർട്ടും ഇതുപോലെ ഒരു സ്കാം ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ പല കാര്യങ്ങളിലും എനിക്കും പറ്റാറുണ്ട്, നമ്മൾ ചില യൂസ് ചെയ്യുന്ന ടേംസൊക്കെ ആ രീതിയിൽ പോകും, വിച്ച് ക്യാൻ ഇൻ ടേൺ മേക്ക് ദീസ് പീപ്പിൾ ഗോ അഗെയിൻസ്റ്റ് യു ലീഗലി ഒക്കെ. പക്ഷേ ബോച്ച ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ബോച്ച അങ്ങനെ ഒരു ഇതില്ല. ബോച്ചയുടെ സ്ലോഗൻ തന്നെ കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്നാണ് എന്ന് പറയപ്പെടുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇന്റേണൽ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും പുള്ളി അങ്ങനെ ലീഗൽ കോംപ്ലിക്കേഷൻ സംഗതിയായിട്ട് പോകുന്നില്ല എന്ന് സംഗതി പറഞ്ഞിട്ട്. പക്ഷേ ഈസിലി ഇതൊക്കെ ഒരു നമ്മൾ വിചാരിച്ച പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് വരാവുന്ന ഒരു കേസ് മാത്രമേ ഉള്ളൂ അല്ലേ. ഈ ഒരു കോൺസെപ്റ്റ് ഓക്കെ, ഇവരുടെ സംബന്ധിച്ച് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണ്. ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണ്. അതിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണ്. പ്ലസ് ഇതിന് ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങളെ 2 പേരെ ചേർക്കുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു കോൺസെപ്റ്റും ആ ഒരു ബിസിനസ് മോഡലും കൂടി ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താ വെച്ചാൽ, ഒരു സെയിൽസ് പേഴ്സൺ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ MLM സമയത്ത് അയാൾ സെല്ല് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്താ വെച്ചാൽ 2 രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, ഇയാൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാണ് വേണ്ടത്. അതായത് ഒരു സെയിൽസ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള രീതിയിൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഇതുപോലുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ചേർത്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഇതുപോലുള്ള സംഗതികൾ മാത്രമാണ്. അല്ലാണ്ട് അവരുടെ കമ്മ്യൂണിറ്റിയോട് മുന്നോട്ട് പോയില്ല. പിന്നെ ഇതിലൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. ഫിജിക്കാർട്ടിൽ ഞാൻ ഇതുപോലെ തന്നെ നമുക്ക് ഇൻഫർമേഷൻ നെറ്റിൽ നിന്ന് കിട്ടിയ പ്രകാരം ഫിജിക്കാർട്ടിൽ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു പാർട്ട്ണർ, അവരുടെ ആ ഒരു പാർട്ട്ണർ നിന്ന് വിട്ടിട്ട് പോയി ഇത് അവരുടെ പ്രശ്നമാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണെന്നുണ്ടെങ്കിൽ ഇതാണ് ബോച്ചയുടെ റിപ്ലൈ. ഇനി ഇതിന് മറുപടിയായിട്ട് സീക്രട്ട് ഏജന്റ് എപ്പോഴാണ് ഇതുവരെ ഞാൻ വീഡിയോ ചെയ്യുന്നവരെ മറുപടി സീക്രട്ട് ഏജന്റിനെ കണ്ടിട്ടില്ല. അപ്പോൾ സായിയുടെ മറുപടി എന്താ നോക്കിയതിന് ശേഷം അതിനനുസരിച്ച് ബാക്കി നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബേസിക്കലി ഇത്ര പറയാനുള്ളൂ, ഒറ്റപ്പെട്ട കേസുകൾ വെച്ചിട്ട് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ഒരു ബിസിനസ്സിനും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രസ്ഥാനത്തെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മളെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ ഞാനാണെങ്കിലും പറഞ്ഞു പോകും. പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നത് എന്താ അറിയോ, ഇതിന് വേറൊരു മറുപുറമുണ്ട്. 2 വശവും കേൾക്കാതെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇത് നമുക്ക് തന്നെ ഒരു ട്രബിളായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ആ ഒരു സംഗതി അതിൽ പറയുന്നത്. പക്ഷേ ബേസിക്കലി ഇത് വാങ്ങുന്നവൻ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. വിൽക്കുന്നവൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വിറ്റിട്ട് പോവുക മാത്രമാണ്.